ഹലോ എവരിവൺ. സ്കോളിയോസിസ് എന്ന അസുഖം സാധാരണയായിട്ട് 10നും 15നും വയസ്സ് ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. നട്ടെല്ലിന്റെ നോർമൽ അവസ്ഥയിൽ നിന്ന് മാറി അസാധാരണമായിട്ടുണ്ടാകുന്ന വളവാണ് സ്കോളിയോസിസ്. തുടക്കത്തിൽ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും പിന്നീട് ഒരു ലോ ബാക്ക് പെയിൻ, മസിൽ വീക്ക്നെസ്, അബ്നോർമൽ പോസ്റ്റർ എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് സർജിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് കൺസർവേറ്റീവ് ലൈൻ. ഇവിടെ കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റിൽ നമുക്ക് കൈറോപ്രാക്ടീസ് ആണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ചികിത്സ. കൈറോപ്രാക്ടീസിൽ ഇതിന്റെ അലൈൻമെന്റ്, നട്ടലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുകയും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് തുടർച്ചയായി ആയുർവേദ ട്രീറ്റ്മെന്റ്സ്, ബാൻഡേജ്, അതുപോലെയുള്ള മറ്റ് ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നതോടുകൂടി ഒരു പരിധിവരെ സ്കോളിയോസിസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യിക്കാനും ഇത് കൂടുതൽ ഉണ്ടാകുന്ന വളവ്, ഇത് പ്രായത്തിനനുസരിച്ച് വളവ് കൂടിക്കൂടി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.